എല്ലാവർക്കും നമസ്കാരം. ഹീലിങ്ങിന് വന്ന ഒരാളുടെ പറ്റിയുള്ള വീഡിയോ ആണ്. വിദേശത്താണ് ഉള്ളത്. 2 പെൺകുട്ടികളാണ്. രണ്ടുപേരെ കല്യാണം കഴിച്ചു. അവിടെ പുറത്താണ് നിൽക്കുന്നത്. അപ്പോൾ വീട്ടുകാർ ഒരുപാട് ബുദ്ധിമുട്ടി കുറേ കഷ്ടപ്പെട്ടൊക്കെയാണ് വിദേശത്തേക്ക് പഠിക്കാനായിട്ട് കുട്ടികളെ പറഞ്ഞയക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം. വീട് പണയം വെച്ചും അതുപോലെ കടം വാങ്ങിയും ഒക്കെ ആയിട്ട് ലോണുകളും ഒക്കെ എടുത്തിട്ട് സ്വർണ്ണാഭരണങ്ങളൊക്കെ വിറ്റിട്ടൊക്കെയാണ് പലരും കുട്ടികളെ, ആൺകുട്ടി പെൺകുട്ടി വ്യത്യാസമില്ല, കുട്ടികളെ വിദേശ പഠനത്തിന് വേണ്ടിയിട്ട് പറഞ്ഞയക്കുന്നത്. ഒരു കാലത്ത് അതൊരു വലിയ ട്രെൻഡായിരുന്നു. ഇപ്പോൾ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. കാരണം അവിടെ എല്ലാം ആളുകൾ ആധിക്യം വന്നു കഴിഞ്ഞപ്പോൾ, പുറത്തുനിന്നുള്ള ആളുകളുടെ ആധിക്യം വന്നപ്പോൾ കുറച്ച് നിയന്ത്രണം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നമ്മൾ പേപ്പറിലൊക്കെ വായിക്കണ്ടായി. പക്ഷേ നമ്മൾ അവിടെ പോയി നിൽക്കുന്ന ആളുകൾ എല്ലാവരും ഹാപ്പിയാണോ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ എനിക്കറിയില്ലായിരുന്നു ഇതിനെപ്പറ്റി. ഞാൻ വിചാരിച്ചിരുന്നത് ഇവരൊക്കെ വിദേശ രാജ്യത്ത് വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ ഒരു വർഷമായിട്ട് ഒരുപാട് പേര് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, എന്ന് വെച്ചിട്ട് നാട്ടിലുള്ളവർക്ക് പ്രശ്നമില്ലെന്നല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ഓപ്ഷൻസ് ഇല്ല. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്ക് ഒരുപാട് ആളുകളുണ്ട്, അസ്ട്രോളജേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ പൂജാരികളുണ്ട്, അമ്പലങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ സ്പിരിച്വാലിറ്റിയിലുള്ള ആളുകളുണ്ട്. പക്ഷേ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയുള്ള ആൾക്കാരൊന്നും കിട്ടില്ല. നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് ഒരു പരിമിതിയുണ്ട്. ചിലത് നേരിട്ട് ചെല്ലേണ്ട വരും. അത്തരം വിഷയങ്ങളുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിട്ട് നമുക്ക് ഓൺലൈനാണ് നമ്മുടെ പരിപാടികൾ മുഴുവൻ നടക്കുന്നത്. അത് ദൈവയുടെ അനുഗ്രഹം കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ്. അല്ലാതെ നേരിട്ട് ഹീലിംഗ് ആണ് എപ്പോഴും മുമ്പൊക്കെ ഞാൻ ചെയ്തിരുന്നത്. ഡിസ്റ്റൻസ് ഹീലിംഗ് കുറവായിരുന്നു. നേരിട്ടുള്ള ഹീലിംഗ് ആണ്, ആളുകൾ വന്ന് ഹീൽ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ആ ദേവിക്ക് എവിടെ വേണമെങ്കിലും ഏത് നിമിഷവും എത്ര ആൾക്കാരുടെ അടുത്ത് വേണമെങ്കിലും ദേവിക്ക് എത്താം. അങ്ങനൊരു അനുഗ്രഹം ഉള്ളതുകൊണ്ടാണ് നമുക്ക് പറ്റുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരമൊരു കുടുംബത്തിൻ്റെ കഥയാണ്. അപ്പോൾ ഇവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. 2 പെൺകുട്ടികളും ഒരമ്മയാണ് കഥാപാത്രങ്ങൾ. അപ്പോൾ ഈ അമ്മയ്ക്കാണെങ്കിലും അത്യാവശ്യം നല്ലൊരു സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ളതാണെങ്കിലും ഒരുപാട് ശാരീരികമായ ബുദ്ധിമുട്ടുകളും മാനസികമായ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളടുത്ത് വരുന്നത്. അപ്പോൾ നമ്മൾ ഹീൽ ചെയ്ത് കൊടുത്ത് അതിൻ്റെ ഇടയിൽ തന്നെ കാര്യം നമുക്ക് മനസ്സിലായി. കാരണം സോൾ അറ്റാച്ച്മെൻറ്റ് ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഞാൻ ചോദിച്ചു, സോൾ അറ്റാച്ച്മെൻറ്റ് കാണുന്നുണ്ടല്ലോ, അബോർഷൻ വല്ലതും ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്കും ഈ പ്രശ്നം ഇതേപോലെ സമാനമായ വിഷയങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്കും ഉണ്ടാവുമല്ലോ, 2 പെൺകുട്ടികൾക്കും ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ശരിയാണ് സാറേ, ഒരു പെൺകുട്ടി കല്യാണം കഴിച്ചു, പുറത്ത് തന്നെയാണ്. അതിന് കുട്ടിയുണ്ടായി. ഭർത്താവായിട്ട് ഭയങ്കര വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ ബുദ്ധിമുട്ടുകളാണ്, ഭയങ്കര പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അതിൻ്റെ ഇടയിൽ കൂടി ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഹീലിംഗ് നടക്കട്ടെ, നിങ്ങളുടെ ഹീലിംഗ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ട് അതിനെപ്പറ്റി ആലോചിക്കാൻ തോന്നും. കാരണം നിരവധി ആളുകൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഫാമിലി ആയിട്ട് ഹീൽ ചെയ്യാൻ വേണ്ടി വരും. 3 പേര് 4 പേരൊക്കെ ഒന്നിച്ച് ഹീൽ ചെയ്യാൻ വരും. ഞാൻ പറയും, ചെയ്യില്ല. നമ്മളങ്ങനെ ചെയ്ത് ആർക്കും കൊടുക്കാറില്ല. ഒരാൾക്ക് മാത്രം അത് ചെയ്തു കൊടുക്കും. കാരണം ഞാൻ എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. നമ്മളുടെ വർക്കിൻ്റെ റിസൾട്ട് നിങ്ങൾക്കറിയില്ല. ആരെങ്കിലും ചിലപ്പോൾ പറഞ്ഞ് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും ഇയാൾ തിരക്കേടില്ല. നിങ്ങൾ സ്വയം അനുഭവിച്ചറിയണം, എന്നിട്ടേ നമ്മൾ രണ്ടാമത്തെ ആൾക്ക് ചെയ്യൂ. ഞാൻ ഇപ്പോഴും നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ അതേപോലെ തന്നെ പറയുള്ളൂ. കാരണം അത് നമ്മളൊരു വിശ്വാസത്തോടു കൂടി ചെയ്യുന്നതാണ് എനിക്ക് താല്പര്യം. കാരണം നമുക്കിവിടെ ഓൾറെഡി ക്ലയൻറ്റ് സിസ്റ്റം പോലെ വരുന്നുണ്ട്. പക്ഷേ വന്നവരെ മുഴുവനും പിടിച്ച് ചെയ്യുക എന്നുള്ള പരിപാടി ഇല്ല ഇവിടെ. അതിനെ നമ്മൾ നോക്കും, എനർജിയുടെ പ്രശ്നമുണ്ടോ, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റണമെന്ന് പരിശോധിക്കും. എന്നിട്ട് മാത്രമാണ് പറയുക ഓക്കെ ചെയ്യാമെന്ന് പറയുന്നത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചതിന് ശേഷം ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ ചെയ്യുന്നു. അപ്പോൾ അവർക്ക് റിസൾട്ട് വിത്തിൻ 3 days അവർ പറഞ്ഞു, ഭയങ്കരമായ മാറ്റങ്ങളാണ്, എനിക്ക് ശ്വാസം തന്നെ നേരെ എടുക്കാൻ പറ്റുന്നുണ്ട്, പിന്നെ ടെൻഷൻ ഫ്രീ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു. ഉടനെ തന്നെ ആ പെൺകുട്ടി മകള് ഹീലിംഗ് ബുക്ക് ചെയ്തു. അങ്ങനെ നമ്മൾ അടുത്ത സ്ലോട്ടിൽ അവർക്ക് ആ കുട്ടിക്ക് ഹീലിംഗ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ആ കുട്ടിയുടെ ഹസ്ബൻഡിന് ഹീലിംഗ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഫോട്ടോ അയച്ചിട്ടുണ്ട്.
പക്ഷെ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഇപ്പോഴും ചെയ്തു കൊടുത്തിട്ടില്ല കേട്ടോ. കാരണം ഒരു ദിവസത്തിൽ നമുക്ക് 4 ഹീലിങ്ങേ ഉള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ആക്ച്വലി ഞാൻ ഹീലിംഗ് രാവിലെ തന്നെ തീർത്തു. കാരണം ഇന്നലെ ഞാൻ വയ്യാതെ കിടക്കുകയായിരുന്നു. കാരണം ഹീലിംഗ് ചെയ്യണ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് വരാറുണ്ട്. ചില ആൾക്കാരുടെ ആ കേസുകൾ എടുക്കുമ്പോൾ വയ്യാതാവും. അപ്പോൾ മിനിയാന്നാൾ അങ്ങനത്തെ ഒരു ഹീലിംഗ് ചെയ്തു. ഇന്നലെ വയ്യാതെ കിടന്നു. ഇന്ന് രാവിലെ ഞാനൊരു 5:30 മണിക്ക് എഴുന്നേറ്റു. അങ്ങനെ രാവിലെ തന്നെ 10 മണിക്ക് മുമ്പ് തന്നെ നമ്മുടെ പരിപാടികളെല്ലാം തീർത്തു. എല്ലാ ഹീലിങ്ങുകളും 4 ഹീലിംഗ് ചെയ്ത് തീർത്തു സ്പീഡായിട്ട്. കാരണം ഫോട്ടോ ഹീലിംഗ് ആയിരുന്നു കംപ്ലീറ്റ്. ഫോട്ടോ വെച്ചിട്ടുള്ള ഹീലിംഗ് ആയിരുന്നു. ഫോട്ടോ ഹീലിങ്ങിന് എനിക്ക് സമയലാഭമുണ്ട്. കാരണം ആൾക്കാരായിട്ട് സംസാരിക്കുന്ന സമയലാഭം കിട്ടും. പണിയെല്ലാം ഒന്ന് തന്നെയാണ്, പക്ഷേ ഫോട്ടോയിലാകുമ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാണ്ട് അതെടുത്ത് വലിച്ചെടുത്ത് കളയാൻ പറ്റും. അവരുള്ള നെഗറ്റിവിറ്റിനെ എടുത്ത് കളയുക, പരിപാടി കഴിഞ്ഞു. അപ്പോൾ അത് 4 ചെയ്ത് കൊടുത്തു. ഫ്രീ ആയിട്ട് ഇരിക്കുകയാണ്. കുറച്ച് കുടുംബമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുള്ളതുകൊണ്ട് ഞാനിന്ന് പിന്നെ വർക്കുകളൊന്നും എടുത്തില്ല. അല്ലെങ്കിൽ 4 ഹീലിംഗ് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വർക്ക് പോകുന്നത്. അപ്പോൾ അതിനകത്ത് ഉണ്ടായ ഒരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്കതിപ്പോൾ വീണ്ടും ഞാൻ പ്രൊജക്റ്റ് ചെയ്ത് പറയുന്ന ഒരു പോയിൻ്റാണ് എന്ന് വെച്ചാൽ അബോർഷൻ സോള് അബോർഷൻ ചെയ്തതായിക്കോട്ടെ, വേറെ തനിയെ പോയതായിക്കോട്ടെ, അല്ലെങ്കിൽ കുട്ടി വേറെ ഏതെങ്കിലും മരിച്ചു പോയതാണെങ്കിലും ഇതേപോലെ മീൻസ് സ്വമേധയുള്ള മരണമല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്, അല്ലാണ്ടുള്ള മരണം അങ്ങനെ ഉണ്ടെങ്കിലും ഇതേപോലെയുള്ള അറ്റാച്ച്മെൻറ്റ്സ് നമുക്കുണ്ടാവും. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ചെയ്ത ഒരു കേസ്, അത് ഒരു ബോംബെയിലുള്ള ഒരു ക്ലയൻറ്റാണ്. അവരുടെ കൊച്ചുമകൻ്റെ ഒരു ഫോട്ടോ ഹീലിംഗ് ആയിരുന്നു. ആ ഫോട്ടോ നമ്മൾ വെച്ചിട്ട് നമ്മൾ ഹീൽ ചെയ്ത് കൊടുത്തു. അതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു എന്താണ് അവിടെ പ്രശ്നം എന്നുള്ളത് അറിയില്ലായിരുന്നു. ഒരു ഹീലിംഗ് വേണമെന്ന് മാത്രം പറഞ്ഞിട്ട് ഫോട്ടോ അയച്ചതാണ്, പക്ഷേ അത് സോൾ അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അത് വളരെ ഫോട്ടോയിൽ കൂടി തന്നെ നമുക്കത് എടുത്ത് മാറ്റാനായിട്ട് സാധിക്കും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് നമ്മുടെ മഹാകാളി ഹീലിങ്ങിനുണ്ട്. ഇപ്പോഴും പലരും എൻ്റെ അടുത്ത് വരുമ്പോൾ ഈ സോൾ അറ്റാച്ച്മെൻറ്റ് എൻ്റെ വീഡിയോ ഉണ്ടായിരിക്കും വരുന്നത്, സോൾ അറ്റാച്ച്മെൻറ്റിനെ പിന്നെ വീഡിയോ ഉണ്ടായിരിക്കും വരുന്നെങ്കിലും അവർ പലപ്പോഴും പറയാറില്ല ഇന്നതാണ് സോള് അബോർഷൻ ഉണ്ട് അല്ലെങ്കിൽ ഉണ്ടെന്ന് പറയാറില്ല. പലപ്പോഴും ഞാൻ തന്നെ അത് കണ്ടുപിടിക്കുന്ന ഒരു പ്രവണതയാണ്, അവസ്ഥയാണ്. ചെയ്യുമ്പോൾ നമുക്കറിയാൻ പറ്റും. കാരണം ഈ സോള് ഉണ്ടെങ്കിൽ ഒരു പ്രത്യേക ഒരു തണുപ്പ് പോലത്തെ ഒരു ഫീലിംഗ് കിട്ടും നമുക്കത് സോളുണ്ടെങ്കിൽ. അപ്പോൾ അതിനെ റിലീസ് ചെയ്ത് നേരെ ലൈറ്റിലേക്ക് പറഞ്ഞയക്കുകയാണ് ചെയ്യണം. നമ്മളത് ഇങ്ങോട്ടേക്ക് എടുക്കുകയല്ല, നേരെ ലൈറ്റിലേക്കാണ്, അതിൻ്റെ മോക്ഷത്തിലേക്ക് പറഞ്ഞയക്കുന്ന പ്രക്രിയയാണ് ദേവി ചെയ്യുന്നത്. പക്ഷേ മറ്റുള്ള ബാധാവിഷയങ്ങൾ വരുമ്പോഴേക്കും അത് എൻ്റെ ബോഡിയാണ് ബാധിക്കുന്നത്. എൻ്റെ ബോഡിനെ അത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ്, സോൾ അറ്റാച്ച്മെൻറ്റ് ഉള്ള ആളുകൾ, അബോർഷൻ ചെയ്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങളത് റിലീസ് ചെയ്ത് കളയാൻ ശ്രമിക്കണം. കാരണം നിങ്ങൾക്ക് മാത്രമല്ല, ഈ അബോർഷൻ ചെയ്ത ആൾക്കാർക്ക്, ഫാമിലിയിൽ പെട്ട ആളുകൾക്ക്, അവരുടെ മക്കൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടാവും. അപ്പം നിങ്ങൾ വിചാരിക്കും അത് അവരുടെ സ്വഭാവത്തിലുള്ള പ്രശ്നമായിരിക്കുള്ളൂ, അല്ലെങ്കിൽ അവരങ്ങനെ വികൃതികളായിട്ട് നടക്കുന്നു, അല്ലെങ്കിൽ അവരുടെ പറഞ്ഞ കേൾക്കാത്തത് ഇതുകൊണ്ടാണെന്ന് വിചാരിക്കും. പക്ഷേ ഇങ്ങനൊരു പോയിൻറ്റിൻ്റെ പുറകിലുണ്ട്, ഒരു അപകടമുണ്ട് പുറകിൽ. നിങ്ങളത് ശ്രദ്ധിക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.